പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചോൾവിൻ. പ്രീതി മക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഹല്ലേലൂയ, അവയവങ്ങളെ സമർപ്പിക്കണമെന്ന്. ഹല്ലേലൂയ. അതായത് ഒരു ദൈവ പൈതലിനെ ജയകരമായ ജീവിതം ഉണ്ടാക്കുവാൻ നമ്മൾ നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയാം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ നമ്മുടെ അവയവങ്ങളെ പാപത്തിന് കൊടുക്കാതെ ഹല്ലേലൂയ ജീവിക്കുന്ന ക്രിസ്തുവിനായിട്ട് ഹല്ലേലൂയ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നവർക്ക് ജീവിക്കുന്നവരെ നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. എങ്ങനെയൊക്കെയാണ് ഒരു ജയജീവിതം ഉണ്ടാക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത്? നാം എന്തെല്ലാം അതിൽ ഹല്ലേലൂയ ഉൾപ്പെടുത്തണം? നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. നമുക്കൊരു ജയകരമായ ജീവിതം നയിക്കുവാൻ സമർപ്പണ ജീവിതത്തിലൂടെ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പല ലേഖനങ്ങളിലും പറഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ എങ്ങനെയൊക്കെ ജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ളത്. അതായത് റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുന്നു. പ്രിയ മക്കളെ, നോക്കൂ, സമർപ്പണ ജീവിതത്തിലൂടെ ഹല്ലേലൂയ ജയകരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം മനസ്സിലാക്കി കർത്താവിന്റെ ഗീതത്തിനനുസരിച്ച് നമ്മൾ മനസ്സു പുതുക്കി രൂപാന്തരപ്പെട്ട് ദിനംതോറും ജയകരമായ ജീവിതം നയിക്കുവാൻ നാം ഹല്ലേലൂയ അതായത് ഉത്സാഹം കാണിക്കണം. അതിനുവേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് കാണാം, വിശുദ്ധീകരണത്തിലൂടെ ഹല്ലേലൂയ ജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയും. റോമർക്ക് ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാ, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. അതായത് കർത്താവിനെ അറിയുന്നതിന് മുന്നേ ഹല്ലേലൂയ ദൈവസന്നിധി കടന്നു വരുന്നതിന് മുന്നേ നമ്മുടെ അവയവങ്ങൾ എന്താ? അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഹല്ലേലൂയ അതുപോലെയല്ല, ഇനി വിശുദ്ധി പ്രാപിച്ച് ഹല്ലേലൂയ വിശുദ്ധിക്കായിട്ട് നീതിക്ക് അടിമകളാക്കി നമ്മൾ സമർപ്പിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് റോമർക്ക് 6-6 പറയുന്നുണ്ട്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ എണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം പറയുന്നത്. പഴയ മനുഷ്യനെ നമ്മൾ ക്രൂശീകരിക്കണം. ഹല്ലേലൂയ. നമ്മളിലുള്ള എല്ലാ പാപ സ്വഭാവങ്ങളൊക്കെ വിട്ട് ദൈവത്തിനായിട്ട് ഹല്ലേലൂയ നമ്മൾ സമർപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ ശരീരത്തെ മുഴുവനായി ദൈവസന്നിധി നമ്മൾ സമർപ്പിച്ചു മുന്നേറണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് കാണാം, ക്രിസ്തുവിൽ ദൈവത്തിനായി ജീവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ജയകരമായ ജീവിതം നയിക്കാൻ കഴിയും. 6-ാം അധ്യായം 11-ാം വാക്യം റോമർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ക്രിസ്തുവേശുവിനായിട്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. അതായത് നേരെയുള്ള പാപസ്വഭാവങ്ങൾ നേരത്തെയുള്ളതെല്ലാം വിട്ട്
ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞതിന്റെ ഫലമായി നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിനായിട്ട് വേണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, റോമർക്കെതിരെ ലേഖനം 6:13 നമ്മൾ പറഞ്ഞു നമ്മൾ അവയവങ്ങളെ സമർപ്പിക്കുന്നതിലൂടെ, അതായത് പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നതിലൂടെ നമുക്ക് ഹല്ലേലൂയ ജയകരമായ ജീവിതം നയിക്കാൻ കഴിയും. 6:14 നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിനനുസരിച്ച് അതുപ്രകാരം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും പാപം നമ്മളിൽ കടന്നു വരാതെ നാം സൂക്ഷിക്കുകയും നമ്മുടെ അപ്പൻ നമ്മെ കാവൽ ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള അനുസരണത്താൽ ഹല്ലേലൂയ നമുക്ക് എന്താണ് ജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ഹല്ലേലൂയ 10-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ജഡീക സ്വഭാവങ്ങളെ, ആ ജഡത്തിലെ ചിന്തകളെ, ഹല്ലേലൂയ ആ പ്രകാരം ജീവിക്കുന്നതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇപ്പോഴെന്താ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ടാണ് നമ്മളെ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനുള്ള അനുസരണത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ജയകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കാം, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശീകരിക്കുമ്പോൾ ഹല്ലേലൂയ ജഡത്തിന്റെ ഹല്ലേലൂയ അതായത് അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുന്നതിനാൽ ജയകരമായ ജീവിതം നയിക്കാൻ കഴിയും. അതിന്റെ മുന്നിലായിട്ട് എഴുതിയിട്ടുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലങ്ങളൊക്കെ ഹല്ലേലൂയ പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുന്നു. ഹല്ലേലൂയ. ജഡീക ചിന്തകളെ ഹല്ലേലൂയ എല്ലാം മാറ്റിവെച്ചിട്ട് ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഗലാത്യർക്കെതിരെ ലേഖനം 6:14 പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വിശ്വാസം നമ്മിൽ ഉണ്ടെങ്കിൽ ജയകരമായ ജീവിതം നയിപ്പാൻ ഇടയാകും. ലോക ചിന്തകളിൽ നമ്മളെ ഹല്ലേലൂയ പോകത്തില്ല. പിന്നെ നമുക്ക് എപ്പോഴും ആത്മീയ ചിന്തകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എപ്പോഴും കടന്നു വരുന്നത്. ലോക ചിന്തകളെല്ലാം ഹല്ലേലൂയ അത് അല്പനേരത്തേക്കേ ഉള്ളൂ. പ്രിയ മക്കളെ, ആത്മീയ ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അത് നമ്മളെ നിത്യം നടത്തുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അടുത്തതായിട്ട് നോക്കൂ, വിശ്വാസത്താൽ സ്വയത്തെ ക്രൂശിക്കുന്ന, അതായത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെതിരെ ലേഖനം 2:20 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ സ്വയമായിട്ട് നമ്മളെ ഹല്ലേലൂയ വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിൽ ഹല്ലേലൂയ നമ്മൾ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ജയകരമായ ജീവിതം നയിപ്പാൻ ഇടയാവുകയുള്ളൂ. അടുത്തതായിട്ട് നോക്കൂ, അവിശ്വാസികളിൽ നിന്ന് വേർപെട്ട് ജീവിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായ ജീവിതം നയിപ്പാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം ഹല്ലേലൂയ 6:14 മുതലുള്ള വാക്യത്തില് ഹല്ലേലൂയ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയ മക്കൾ, ഇവിടെ പറഞ്ഞ്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും
തമ്മിൽ എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിൻ വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവരെ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ വിശ്വാസ ജീവിതം നയിക്കണമെങ്കിൽ ചിലതൊക്കെ വിട്ടെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ. ഒരു ജയകരമായ ജീവിതം ഈ നാളുകളിൽ നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ജയകരമായ ജീവിതം നയിച്ചു മുന്നേറുവാൻ കർത്താവേ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവിന് ഗിതമില്ലാത്തതെല്ലാം, ലോക ചിന്തകൾ, ജഡീക ചിന്തകളെല്ലാം ഞങ്ങൾ നിന്ന് വിട്ട് ഹല്ലേലൂയ അത്ഭുതകരമാവണ്ണം കർത്താവിന്റെ ഗിതത്തിനനുസരിച്ച് ഞങ്ങളെ സമർപ്പിക്കുന്നപ്പാ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പ ഞങ്ങളെ എടുത്ത് ഹല്ലേലൂയ അപ്പൻ ഉപയോഗിക്കണമേ. കർത്താവിന് ആക്കി മാറ്റണം കർത്താവെ. സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.